പാതിരാമണലിലേക്ക് പോകാനുള്ള എൻട്രൻസ് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പഞ്ചായത്ത് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന് നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം, ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടെയാണ് നമുക്ക് ജെട്ടി വരുന്നത്. അവിടെ ബോട്ട് സർവീസ് ഉണ്ടാവും. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോട്ട് സർവീസ് ഉണ്ടാവും. ആ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് അവിടെ അക്കരെ എത്താം, പാതിരാമണലിലെത്താം. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം വളരെ രസകരമാണ്, വളരെ ശാന്തമാണ്, വളരെ സുന്ദരമാണ്, ഏറെ തണുപ്പേറിയതാണ്. യെസ്, അതെ, പാതിരാമണലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇതിവിടെ പാതിരാമണൽ ഫെസ്റ്റ് നടക്കുകയാണ്. പാതിരാമണൽ ഫെസ്റ്റ് 2024. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു തിരക്കേറിയ സമയത്ത് നമുക്ക് ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് പാതിരാമണൽ. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ് ഈ പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത്. മുഹമ്മ കുമരകം ജലപാതയിലാണ് ഈ ദ്വീപ്. നൂറുകണക്കിന് ദേശാടന പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണ് ഈ ദ്വീപ്. പക്ഷി നിരീക്ഷകർക്ക് ഒരു പറുദീസയാണ് കുമരകം പക്ഷിസങ്കേതവും പാതിരാമണലും. ധാരാളം തെങ്ങുകളും സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ മനോഹരമായ ദ്വീപ്. ഇന്നിവിടെ വാണിജ്യ വിനോദസഞ്ചാര കമ്പനികളും ചുവടുറപ്പിച്ചിരിക്കുകയാണെന്ന് പറയാം. എവിടെ പാതിരാമണൽ വന്നിട്ട് എങ്ങനെ തോന്നുന്നത്? എന്താ തോന്നുന്നത്? കുറേ എക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്കൊരു വേറൊരു ഡിഫറൻസ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു പ്രദേശം ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അഭിമാനമാണ്. എൻ്റെ വീട് ഹരിപ്പാടാണ്. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ വളരെ നീറ്റാണ്, നല്ല ക്ലീനായിട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ നേരം ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള എല്ലാ എൻവയോൺമെൻറ്റും ഇവിടെയുണ്ട്. അകത്ത് കുട്ടികൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കിഡ്സിന് വേണ്ടിയിട്ടുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ കുറച്ചുകൂടി നമ്മുടെ നേച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറേ കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് തരത്തിലുള്ള പക്ഷികളും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സസ്യ ഇനങ്ങളും ഒക്കെ ഒരുപാട് വളരെ വൈവിധ്യമാർന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ പാതിരാമണലിലേക്ക് വന്നാൽ കാണാൻ സാധിക്കുക. ഞങ്ങൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞങ്ങൾ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് അകത്തോട്ട് ഞങ്ങൾ കയറി പോകുന്നത്. അനന്തപത്മനാഭൻ തോപ്പെന്നറിയപ്പെട്ടിരുന്ന ഈ ദ്വീപ് നേരത്തെ ഒരു സ്വകാര്യ ഭൂമിയായിരുന്നു. കണ്ടൽക്കാടുകളും മറ്റു ജലസസ്യങ്ങളും കുറ്റിച്ചെടികളും ചേർന്ന് പക്ഷികളുടെ ആവാസ കേന്ദ്രമായ ഈ ഭൂമിക്ക് 50 ഏക്കറോളം വിസ്തൃതിയുണ്ട്. അപ്പോൾ പാതിരാമണൽ ഫെസ്റ്റിവൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കുട്ടികളെ പരിചയപ്പെടാം. വോളണ്ടിയേഴ്സ് കുട്ടികളാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആരാദ്യം സംസാരിക്കുന്നത്? ഹലോ, പേരെന്താ? നിരഞ്ജന. നിരഞ്ജന ഇവിടെ വോളണ്ടിയർ ആണല്ലേ? അതെ. എന്തൊക്കെയാണ് ഇവിടെ പരിപാടികൾ? ഇവിടെ പാതിരാമണൽ ഫെസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്ക് ഇണക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടുന്ന് ബോട്ടിലാണ് വരുന്നത്. പിന്നെ കായലിൻ്റെ നടുക്കാണിത് ഉള്ളത്. നല്ല രസമായിരിക്കും എല്ലാവരും വന്ന് കാണുമ്പോൾ. നിങ്ങളുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ചുമതലകളെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ തിങ്ങി നിറയാതിരിക്കാൻ നോക്കുക. കായൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുഹമ്മ പഞ്ചായത്തും ടൂറിസം വകുപ്പും ചേർന്ന് കഴിഞ്ഞ വർഷം പാതിരാമണൽ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അതിനെ അപേക്ഷിച്ച് വളരെ ബൃഹത്തായ രീതിയിൽ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഇത്തവണ
പാതിരാമണൽ ഫെസ്റ്റ് നടക്കുന്നത്. ദ്വീപിന്റെ ജൈവ വൈവിധ്യത്തെയും മറ്റു ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്കും കോട്ടം വരുത്താത്ത രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഈ ദ്വീപിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. പാതിരാമണൽ ഫെസ്റ്റ് 2024 നമുക്കിവിടെ ഫുഡ് കോർട്ടൊക്കെ കാണാം. ഒരുപാട് ഒരുക്കങ്ങളാണ് ഇത്തവണയും പാതിരാമണൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് മുഹമ്മ പഞ്ചായത്ത് നടത്തിയിരിക്കുന്നത്. സ്റ്റേജുകളും അതുപോലെ തന്നെ ഫുഡ് കോർട്ടും പാർക്കും ഒക്കെ ആയിട്ട് സഞ്ചാരികൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഇവിടെ ലഭ്യമാവുക. സഞ്ചാരികൾ അറിഞ്ഞറിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ആദ്യ ദിവസമാണ്. അപ്പോൾ അറിഞ്ഞറിഞ്ഞ് ഒരുപാട് പേര് ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫുഡ് കോർട്ടിൽ എന്തൊക്കെയാണ് വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ കായ്പ്ര സ്വദേശിയാണ്. മുഹമ്മ പഞ്ചായത്തിലാണ് ഞങ്ങളുടെ വീട്. നമ്മുടെ ഇവിടെ പാതിരാമണൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് നമ്മളിവിടെ ബജ്ജി കട ആണ് ഇട്ടിരിക്കുന്നത്. ബജ്ജി കടയിലുള്ളത് ബജ്ജി, മുട്ട ബജ്ജി, കാ ബജ്ജി, വാഴയ്ക്കാപ്പം, മുട്ട റോസ്റ്റ്, ചായ, കപ്പ, മീൻകറി, ചിക്കൻ ഫ്രൈ, പഴംപൊരി, നമ്മുടെ പെപ്സി, അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും, അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ഭക്ഷണ സാധനങ്ങളെല്ലാം, കപ്പ ബിരിയാണി അടക്കം എല്ലാ സാധനങ്ങളും നമ്മളിവിടെ വളരെ തുച്ഛമായ വിലയ്ക്ക്, നമ്മൾ അക്കരെ കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മളിവിടുന്ന് അക്കരെ കൊണ്ടുവരുന്നത് നമുക്ക് ട്രാൻസ്പോർട്ടിങ് ചാർജ് കൂടുതലാണ്. എങ്കിൽ പോലും നമ്മളുടെ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി അത് അക്കരയിലെ വിലയ്ക്ക് തന്നെയാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത്. ഒട്ടനവധി ആളുകളുടെ നിരന്തരമായ പ്രയത്നവും നിരീക്ഷണവും ഈ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകതയാണ്. ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികളെ സഹായിക്കുവാനായി നിരവധി വോളണ്ടിയർമാരുടെ സഹായ സേവനങ്ങളും ദ്വീപിൽ അലക്ഷ്യമായി വീഴുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരണം ചെയ്യുവാനായി ഹരിതകർമ്മ സേനാ പ്രവർത്തകരുടെ സേവനവും ലഭ്യമാണ്. മാത്രവുമല്ല, കുട്ടികൾക്കായി പാർക്കുകളും സഞ്ചാരികൾക്ക് പരിപാടികൾ അവതരിപ്പിക്കുവാനുള്ള ഓപ്പൺ സ്റ്റേജ് സൗകര്യവും ഈ പാതിരാമണൽ ഫെസ്റ്റിവലിൻ്റെ ഇത്തവണത്തെ പ്രത്യേകതയാണ്.